ഇന്ന് നമുക്ക് കുറച്ച് നല്ല കണവ കിട്ടി. അപ്പോൾ അത് തോരത്തിനായിട്ട് വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരാം. നല്ല പച്ച കണവ. അപ്പോൾ ഇന്ന് ഒരു തോരൻ തയ്യാറാക്കാം. അത് ക്ലീനാക്കി എടുത്തുകൊണ്ട് വരാം. ഇനി കണവ വെട്ടിയെടുക്കാം. ഇങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ വെട്ടി ഇനി ഇത് കണവയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം. നമുക്ക് കണവ തോരത്തിന് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി ആദ്യം മിക്സിയുടെ ജാറിൽ ഒരു അരമുറി തേങ്ങ തിരുവി ഒരു അരമുറി തേങ്ങ വരും തിരുമിയെടുത്തത്, ഒരു 1/2 ടീസ്പൂൺ മുളക്, 1/2 ടീസ്പൂൺ അല്ല 1 ടീസ്പൂൺ വരും, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം ഉള്ളി, ഒരു ഉള്ളി 2ആയിട്ട് വെട്ടിയത്. ഇത് ചതച്ചെടുത്തോണ്ട് വരാം മിക്സിയുടെ. ഒരു 3 സവാള വെട്ടിയെടുക്കാം. മൂന്ന് സവാള വെട്ടിയെടുത്തിട്ടുണ്ട്. കണവ നല്ലതുപോലെ വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിൽ സവാള ഇട്ട് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വെന്ത് ഒന്ന് വറ്റി വരട്ടെ. കണവ വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി കടുക് വറുത്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കണം. നമ്മുടെ കണവ തോരൻ വയ്ക്കാം. നമ്മുടെ കണവ തോരൻ റെഡിയായി. ഇനി ഇത് ചോറിൻ്റെ കൂടെ പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം.
ഇത് തേങ്ങ അരച്ച കണവ തോരനാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഗ്യാസ് കയറാതെ നല്ല ടേസ്റ്റിൽ വെച്ചത്.